ഉദ്ധവൻ ഉപദേശിച്ചു കൊടുത്തു. അവസാനം ഇനി എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ ഉദ്ധവൻ ചോദിച്ചു. ഒടുവിൽ ബ്രഹ്മതത്വത്തെക്കുറിച്ച് വളരെ പോലെ ഉദ്ധവൻ ഉപദേശിച്ചു കൊടുത്തു. പരമാർത്ഥ തത്വത്തെക്കുറിച്ച് ഉദ്ധവ വളരെ ആശ്രമത്തിലേക്ക് ഉൾക്കൊള്ളു പറഞ്ഞപ്പോൾ കഴിയുന്നില്ല, കണ്ണുനീർ ഒളിപ്പിച്ചു കൊടുത്തു. ധാരധാര എഴുന്നേറ്റ് പറ്റുന്നില്ല. വീണ്ടും ഭൃത്യ ആ ഭക്തന് പ്രദക്ഷിണം നമസ്കരിച്ചു. ഇത് വീണ്ടും മുമ്പിൽ സാധിക്കും. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞില്ല, ഇതെടുത്തോട് പോകും. ഭഗവാന്റെ സ്വർണ്ണ വിദ്യകൾ കാലത്തിലുണ്ടായില്ലേ, ഇതെടുത്തോട് പോകും. ഉത്തരീയത്തിൽ പൊതിഞ്ഞ് ശിരസിച്ച് നമോസ്തുതേ മഹായോഗി കണ്ണുപിടിച്ചുകൊണ്ട് വ്യക്തിഗതനായിട്ട് രോമാഞ്ചനായിട്ട് ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്നുകൂടെ നോക്കി വീണ്ടും ഇതേ പ്രാർത്ഥന. നമോസ്തുതേ യോഗികൾക്കും യോഗിയായിരിക്കും ഭഗവാനെ ആശ്രയിക്കുന്നു. പ്രപന്നം വാദിമാമീശ എന്നെ രക്ഷിക്കണേ നാമത്തെ ഗീതം ഭക്തിഗ്രഹ ഈ മരണമാകുന്ന മകരയുടെ പേരിൽ നിന്നും ഹരിയെ രക്ഷിക്കണേ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രദക്ഷിണം പ്രദക്ഷിണ നമസ്കാരത്തിന് ശക്തിയുണ്ട്. ആ പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ചു. വീണ്ടും പ്രദക്ഷിണം ചെയ്തവനെ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭഗവാന്റെ ആ പാദത്തെ നമസ്കരിച്ചു. ഭഗവാൻ ഒന്ന് സങ്കല്പം ചെയ്തു. അത് പോകാൻ പറ്റുന്നില്ല. സങ്കല്പം ചെയ്തപ്പോ പ്രദക്ഷിണം കേശാദിവാദം സാധാരണ കേശം നിറവേറുന്നതോട് നോക്കിയിട്ട് ആ വിട്ടുതിരിയാൻ പറ്റാത്തൊരവസ്ഥയിൽ നമസ്കാരം ചെയ്ത് അവസാനം നോക്കി കേശാദിഭാഗം മഹാരാജ കേസ് നോക്കി തതസ്ഥം അന്തർകൃതിശ മഹാഭാഗവതോ ഗതോ മഹാഭാഗവതോ വിശാലം. ഹൃദയത്തിലേക്ക് അങ്ങനെ ഏറ്റെടുത്തുകൊള്ളുക. ഉദ്ധവൻ ഈ ഇരുമുടിയുമായിട്ട് ഭഗവാന്റെ പാദുകങ്ങളാകുന്ന ഇരുമുടിയുമായിട്ട് ബദരിയാഖ്യം ആശ്രമത്തിലേക്ക് പോകുന്നു. വിശേഷപ്പെട്ട രംഗം. ഉദ്ധവൻ കാട്ടിലേക്ക് പോയതിനു ശേഷം പരിണാമൂർത്തിയായ ഭഗവാൻ പുകയില്ലാത്ത അഗ്നി പോലെ പ്രഭാസവൃത്തക്കലിൽ എത്തി അവിടെ ലാൽച്ചുപത്തിൽ അങ്ങനെ തയ്യാറാകുന്ന രംഗം. വലത് തുറയുടെ മുകളിൽ രണ്ട് കാലം വെച്ചിട്ട് ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മാലിന്യ മുഖമാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരു ജല എന്ന പേര് എന്നൊക്കെ പറഞ്ഞ ആ അമ്പ് തൊഴുത്തു പാകത്തിലേക്ക് പേര് ബലരാമസ്വാമി സമുദ്രത്തിന് ശരീരം ഉപേക്ഷിച്ചു. ഈ പള്ളി മൊത്തം വെച്ചൊക്കെ എത്തപ്പോയി നല്ല വൃത്തം കൊണ്ടിരിക്കാൻ പറ്റുള്ളൂ. വേറെ ആരും ഉണ്ടല്ലോ. ആദിശേഷൻ അതിലെത്തി ഭഗവാനെ അവിടെ എനിക്ക് പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുക. വിഭൂതി ബ്രഹ്മാദേവന്മാർ ആകാശമാർഗത്തിൽ വന്ന് പുഷ്പവൃഷ്ടി നടത്തിയ സമയത്ത് അവരൊക്കെ നോക്കിക്കൊണ്ട് എല്ലാവരും പുഞ്ചിരിച്ചു. ആദ്യം ചെയ്യുന്നതറിയോ, ജല കാക്കയോട് നമസ്കരിക്കുന്നുണ്ട്. ജല ഇപ്പൊ കൃഷ്ണൻ എഴുതുകയല്ല, തെറ്റുപറ്റിപ്പോയി, ക്ഷമിക്കണേ കരുണാമൂർത്തേ അത് വിളിച്ച് കണ്ണുതിരൊലിപ്പിച്ചുകൊണ്ട് പാദത്തിൽ വീണപ്പോ ജല എഴുന്നേൽക്കൂ, പറയട്ടെ ഇതെന്റെ സങ്കല്പമാണ്. നിനക്ക് ഞാൻ സുഹൃതികളുടെ പദമായി സ്വർഗത്തിലേക്ക് പോകാൻ അനുഗ്രഹം തന്നിരിക്കുന്നു. എന്റെ സങ്കല്പത്തിൽ നിറവേറ്റി സ്വർഗം സുഹൃതിനാം പദം ജനയ്ക്ക് മോശം കൊടുത്തു. ഗുരുനാഥനെ കുട്ടിയെ പ്രഭാസത്തിൽ നിന്ന് മരിച്ച കുട്ടിയെ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഭഗവാൻ ഇതൊക്കെ സാധിക്കാത്തല്ലോ. ഭഗവാൻ തോന്നി എൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയായി തോന്നി.
രൂപത്തിലാണ് സർവീശ്വരനായ ഭഗവാൻ ലോകാഭിരാമം സ്വതം ധാരാധ്യാനമംഗളം യോഗധാരയാഗ്രഹേയാദത്വാ ധാമാവിശൽ സ്വയം പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാൻ ലോകാഭിരാമവും ധാരണ വിഷയവുമായിരിക്കുന്ന ഭഗവാന്റെ ആ സമഷ്ടിയായിട്ടുള്ള നേത്രങ്ങളാണിച്ച് പിന്നെ ഇഷ്ടിയില്ലല്ലോ അല്ലേ, അങ്ങനെയുള്ളൊരു ഭാവത്തിലേക്ക് എത്തി ഭഗവാന്റെ സ്വഭാവത്തിലേക്കുള്ള എഴുന്നള്ളത്താണ്. ദേവന്മാർക്ക് കാണാനായിട്ട് ഭഗവാൻ വരുന്നത് കാണാനായിട്ട് ഗോലോകത്തിലേക്കല്ലേ പോകുന്നത്. ആവിരാസി എന്ന് പറയുന്നത് കാണാൻ വേണ്ടി കഴിയില്ല ആ സ്വരൂപത്തെ. അതുകൊണ്ട് ആ സ്വരൂപമാണ് ശബ്ദബ്രഹ്മമായിട്ട് ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണദേവി സ്വീകൃതോസിമയാനാഥം ഭവസാഗരേ. ശ്രീമദ്ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണസ്വരൂപമായിട്ട് വിളങ്ങുന്ന ആ ഭാഗവതത്തിലേക്ക് ചൈതന്യത്തെ ഏൽപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ തുടങ്ങിയത് അമ്മയ്ക്ക് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. കൽത്തുറുങ്കിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ ദിനം വരെ കണ്ണൻ കപട ഗോപാലൻ ഇപ്പൊ ചെയ്തതെല്ലാം ജഗന്മോഹന മോഹനം. താൻ ദുഃഖം അനുഭവിച്ചു, മറ്റുള്ളവർക്ക് ശാന്തിയും സമാധാനം എടുത്തുകൊണ്ട് ഭഗവാൻ എവിടെ പോയിട്ടില്ല കേട്ടോ. പ്രത്യക്ഷ കൃഷ്ണ ഭാഗവതത്തിൽ പ്രത്യക്ഷമായി എപ്പോഴും ഇനി നമ്മൾ വിളിച്ചാൽ ഏത് അർദ്ധരാത്രിയിലും കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ വിളിച്ചാൽ ഓടി വരാൻ വേണ്ടിയിട്ട് കർത്തന്റെ പകരം നിൽക്കുന്നില്ല. അതുപോലെ മറന്നു നിന്ന ഭാവത്തിലാണ് ഭഗവാന്റെ സ്വഭാവമായി അനുസ്മരിച്ചുകൊണ്ട് ആ കഥാഭാഗം ഏകാദശസ്കന്ധം അവസാനിപ്പിച്ചു. ദ്വാദശസ്കന്ധത്തില് കലിയുഗത്തിന്റെ വർണ്ണന കൽക്കിയായിട്ട് അവതരിക്കും. ഭഗവാൻ കൽക്കിയായിട്ട് അവതരിച്ചിട്ടില്ല. അവതരിച്ചോ? ഇല്ല. നേപ്പാളിലെ മറ്റും ഒരു ശമ്പള ഗ്രാമം വരെ ഒരു ഗ്രാമം ഉണ്ടാവും. ആ ഗ്രാമത്തിന്റെ മുഖ്യ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കുന്നതിന് സൂചന മാത്രം നൽകി. ഇപ്പോഴായിട്ടില്ല. ആ രംഗം പറഞ്ഞു. കലിയുഗ രാജാക്കന്മാരുടെ വർത്തനകളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇതൊക്കെ പരീക്ഷത്തിനാണ് ഉദ്ദേശിച്ചു കൊടുക്കുന്നത്. സമയമായി പരീക്ഷത്തിന് എന്ന് മനസ്സിലായി. ഇപ്പം എത്ര കഴിയുന്നറിയോ? ഏതാണ്ട് നമ്മൾ ചുരുങ്ങിയ സമയം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു 84 മണിക്കൂർ പകല് മാത്രമായി 12 മണിക്കൂർ പകലെന്ന് പറയില്ലേ. അങ്ങനെ 7 ദിവസമായാലും 84 ആയില്ലേ. അത്രയും സമയമെങ്കിലും അങ്ങനെ കഴിഞ്ഞുകൂടി ഭഗവത് ചിന്തയിൽ കഴിഞ്ഞുകൂടി മനസ്സ് കുളിർത്തു, സംശയം തീർന്നു. സമയമായിട്ടോ വരേണ്ട സമയം തക്ഷകൻ വരട്ടെ. തക്ഷകൻ വരേണ്ട സമയം എനിക്കെന്താ പരീക്ഷത്തെ അവസ്ഥ ചോദിച്ചു. ഞാൻ കഴിഞ്ഞ ചോദ്യം എത്ര തക്ഷകൻ വരുന്ന അടുത്ത ചോദ്യം എന്തേ? ഒരു തക്ഷകൻ വരും. എത്ര തക്ഷകൻ വരുന്നെങ്കിൽ വന്നോട്ടെ ഞാൻ ഇപ്പൊ പറയുന്നത്. എന്താ കാരണം അറിയോ? അഹം ബ്രഹ്മപരം ധാമ ബ്രഹ്മാപരം ഏവം സമീക്ഷാത്മാനം ആത്മന്യായ ദുഷ്കളേ. ഞാൻ ഈ ശരീരമല്ല. അഹം ബ്രഹ്മ പരം ധാമ കഴിയില്ല. ബ്രഹ്മാഹം പരമം. ഞാൻ ബ്രഹ്മമാണെന്ന് പറയുന്നത് മാത്രമല്ല, ബ്രഹ്മൻ ഞാനാണെന്ന് പറയുന്നു. ഇതാണ് ബ്രഹ്മോപദേശം എന്ന് പറയുന്നത്. ഇതിനാണ് തത്വമസി, ഇതിനാണ് അഹം ബ്രഹ്മാസ്മി അല്ലേ? ഇത് രണ്ടും മൂന്നാക്കി ഇതിന് എനിക്ക് പറയാനില്ല. മുഴുവൻ കഴിഞ്ഞാൽ വീണ്ടും ആദ്യത്തെ ശ്ലോകം എഴുതിയിട്ടുണ്ടാകാം. അദ്ദേഹം മുഴുപ്പിച്ചെടുക്കാൻ പാടില്ല. മനസ്സിലായില്ലേ? അങ്ങനെ വായിക്കാൻ ഇടപെട്ട് കന്മകയുണ്ടായ ഭാഗം ബുക്ക് ചെയ്തതാണെന്ന് കുറച്ച് തീർന്നുപോയി. അറിയിക്കുന്ന പറഞ്ഞാൽ അറിയിക്കണം കേട്ടോ അല്ലേ? അറിയിക്കണം എന്ന് പറഞ്ഞാൽ വളരെ ഫോൺ നമ്പറിൽ കൊടുത്തോളം ഇരുപതില്ല എഴുതി വെച്ചാൽ വളരെ സൗകര്യം നമ്മൾ അറിയിക്കും. അങ്ങനെ ചെയ്യുന്നത് 10,600 ഭാഗങ്ങളുടെ ധർമ്മപീഠം നടക്കുന്നത് പ്രതിമാസം 7 ക്ലാസ്സുകൾ നടക്കുന്നത്.
അത് പത്മനാഭൻ്റെ നിങ്ങളോട് രഹസ്യം പറയാലോ. ഈ കഴിഞ്ഞ ദീപാവലിയില്ലേ, ആ ദീപാവലിക്ക് മുമ്പ് ഒരു ദീപാവലി, പിന്നൊരു ദീപാവലി, പിന്നൊരു ദീപാവലി. ഇതിനകത്തുണ്ട് 2014 ദീപാവലി ശിബിരത്തിൽ കാസർഗോഡ് കുമ്പൾ അനന്തപുരം പത്മനാഭ സന്നിധിയിൽ വെച്ച് തുടക്കം കുറിച്ച ഭാഗവത ധർമ്മപീഠം കഴിഞ്ഞ 3 വർഷത്തിലധികമായി മാവൂർകാട്, കാഞ്ഞങ്ങാട്, വീരേശ്വരം, പയ്യന്നൂർ, കലിപ്പറമ്പ്, തച്ചമ്പലം, കാലിച്ചാനടുക്കം, ശാസ്താംപാറ തുടങ്ങി വിവിധ ഇടങ്ങളിലായി വിപരീക്ഷയില്ലാത്ത സദസ്സുകളുടെ സാന്നിധ്യ സഹായ സഹകരണങ്ങൾ കൊണ്ട് ഭാഗവതാമൃതം, രാമായണാമൃതം, പഠനസത്രങ്ങൾ, ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത, ജ്ഞാനപ്പാലകനാമകീർത്തനം, വിഷ്ണു സഹസ്രനാമങ്ങൾ തുടങ്ങി വിവിധ പഠന ക്ലാസുകൾ നടത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് 5000 നോട്ടീസുകളിൽ നിന്ന് ധർമ്മപീഠത്തിൻ്റെ ആദ്യത്തെ തുടക്കം ഇതിനകത്ത് ഒരു ദിവസം ദീപാവലി 2014 15, 16, 17ാം വർഷത്തിലെ ദീപാവലിയിൽ ഞാൻ വരുന്നത് ഈ എന്തിനാണ് ഈ സപ്താഹത്തിൻ്റെ ക്രോസറിൻ്റെ പ്രകാശനത്തിന് വേണ്ടിയിട്ടാണ് ഒരു കലശ അഭിഷേകം ചെയ്തുകൊണ്ട് വളരെ ലളിതമായ അവസരങ്ങളാണ്. വേറെ വലിയ അപകൃതം ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഒരു കലശാഭിഷേകം അതുകൊണ്ട് ചെറിയ വളരെ ലളിതമായിട്ടുള്ള അവസരം. നമ്മൾ കുറച്ച് നാമം ജപിക്കാനുള്ള അവസരത്തിന് വേണ്ടി വിചാരിച്ചു പറയാൻ എല്ലാവരും ജപിച്ച് നോക്കിയാലുണ്ടാവും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം നാരായണ 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 കൃഷ്ണ നാരായണ 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 കൃഷ്ണ നാരായണ 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 കൃഷ്ണ നാരായണ 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 കൃഷ്ണ നാരായണ 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 കൃഷ്ണ 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 ഗോവിന്ദ കല്ലൂരേണോ നീലനീളം പോലും നല്ല കല്ലൂരേണോ നല്ല കല്ലൂരേണോ നാരായണ നാരായണ കൃഷ്ണ ഗോവിന്ദ കല്ലൂരേണോ നീലനൂമ കല്ലൂരേണോ ദേവഗീതം ജഡരമ ആരത്തിൽ നിന്നുദിച്ച ദേവകൾക്കും മോഹനേറ്റും കല്ലൂരേണോ നാരായണ പശുക്കളെ പാലിക്കുന്ന നന്ദഗോപൻ സൗരിയോടു പീശുകന്യെ വാങ്ങിയ കല്ലുവേണമോ ദുർഗാഭഗവതിയെ തത്പരമായി കൊടുക്കായി ദുർഗമാക്കുന്ന കല്ലുവേണമോ
ഗോപതിയെന്നും കൃഷ്ണ കല്ലുവേണമോ വല്ലഭസ്ത്രീകരത്തെ കുലകഞ്ഞോരകത്തെ നല്ലവണ്ണം രസിച്ചത കല്ലുവേണമോ നാരായണ മദാനം ജോറും നല്ല കല്ലുവേണമോ കല്ലുവേണമോ നാരായണ തോന്നിയിലും ദുഃഖമുണ്ടാക്കി തീർക്കും കല്ലുവേണമോ ഏവം പരരക്ഷയ്ക്കായി കല്ലുവിൽക്കും ജോലികൾ ഭവസൂരോദേശം തോറും ചുറ്റിപ്പിട്ടു നാരായണ 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 രാധാഗോവിന്ദ നാരായണ 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 കൃഷ്ണ ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ വിമഹീയ ഓ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ചരണഭരണ തപകലന്നു ഞാൻ ചെയ്തു പോയെങ്കിൽ താമസിതകലതു കൃപയോടുമാം തുൽഭക്തനാകേണമേ കൃഷ്ണ യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസു മധുരം മുക്തിഭാജ നിവാസോ ഭക്താനാം കാമവർഷദ്യുതജുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പരകുലപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാ വിശേഷ താപൻ പ്രതിശതു പരമാനന്ദ സന്തോഷലക്ഷ്മി കായേന വാച മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാവേ സ്വഭാവ തരവോപ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ
സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം അവസാനം വിളിക്കുന്ന ഗോവിന്ദല്ലേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം കാരണക്കാരായി നമ്മളൊക്കെ നിമിത്തമാക്കുന്ന അർത്ഥങ്ങൾ പ്രത്യേകിച്ച് പറയാനില്ല. ഇവിടെ ഭാരവാഹികളുണ്ടാവും, ദേവസ്വത്തിൻ്റെ ആളുകളുണ്ടാവും, നാട്ടിൽ കമ്മിറ്റികളുണ്ടാവും, കുളത്തിലെ കുട്ടികളുണ്ടാവും, അമ്മമാരുണ്ടാവും, അല്ലെ പൊതുജനങ്ങളുണ്ടാവും, ജനപഥങ്ങളുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇവരൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇതിനുവേണ്ടി ഭംഗിയാക്കി തീർക്കണമെന്ന് ഞാൻ പത്മനാഭനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ സംഘത്തിൽ ചെയ്തു. ഇവിടെ ഈ സപ്താഹി ഭാഗവതം വേണമെന്ന് നിങ്ങൾക്കൊക്കെ തോന്നട്ടെ. ഇനി നമുക്ക് ഭാഗവത സപ്താഹം വേണമെന്നൊക്കെ തോന്നില്ലേ? ഉണ്ടോ? ഉണ്ടോ? സത്യം പറയാം. എന്നാൽ ഈ തോന്നുന്നുണ്ട് എന്നത് ഒന്ന് നമ്മളെല്ലാവരും മൈൻഡിൽ ബോധ്യപ്പെടും. കൂടുതൽ കാര്യമില്ല. ഞാൻ ഭാഗവത ധർമ്മപീഠത്തിൻ്റെ ഒരു പ്രവർത്തന കാര്യങ്ങളിൽ പറയുകയാണ്. ഇനിയും നമുക്ക് ഇത്തരത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം വേണമെന്ന് തോന്നുന്നതിലൊക്കെ ഒന്ന് കൈ ഉയർത്തി തോന്നണം. ഒന്ന് കാണാൻ വേണ്ടിയില്ല, വേണമെന്ന് തോന്നുന്നത് ഒന്ന് കൈ ഉയർത്തി തോന്നുന്നു. അത്രേ ഉള്ളൂ. കാരണം കരികാലത്ത് ഏറ്റവും ശബ്ദമായി എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ യജ്ഞത്തിന് നമ്മൾ കൂട്ടത്തിലൂടെയാണ് ഇവിടെ ആശാര്യ സ്ഥാനത്തുള്ള കശുപുറത്ത് അല്ലേ. അതിൽ നിന്ന് നമ്മൾ അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുള്ളത് ഒരാൾ പിന്നീട് വന്നത് ഞാൻ കൂടി പറഞ്ഞില്ല. നാരായണ ഭട്ടത്തിന് ഇദ്ദേഹം അതുപോലെ രാധാകൃഷ്ണൻ കുടുംബമില്ലാതെ ഇത്രയൊക്കെ പറയുന്നത് അല്ലേ. അദ്ദേഹമൊക്കെ പൂർണ്ണമായിട്ട് അതിന് ഇത് ജാമ്യത്തിൻ്റെ പേപ്പർ ഉണ്ടാവുന്നു. എനിക്ക് സപ്താഹത്തിന് കഴിയില്ല. ആ ഭാവം കൊണ്ട് തന്നെ ഇല്ലേ എല്ലാവരും കൊണ്ട് ഭംഗിയാക്കി തീർത്ത് എല്ലാവർക്കും നന്ദിവരയില്ലേ അതിൻ്റെ ഗുരുവായൂരത്തിൻ്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വേണ്ടാതെ പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്ക് ഭഗവാന്റെ സന്നിധിയിൽ ഇവിടെ ഭാഗവതത്തിൽ ഏവം പരരക്ഷയ്ക്കായി കല്ലുപിടിക്കാൻ ഇടവരത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. വേറെ വലിയ സ്വഭാവത്തിന് നോട്ടീസിൽ കാണാത്തൊരു വാചകങ്ങളുടെ താന്ത്രിക നിർദ്ദേശാനുസരണം. അതുകൊണ്ട് നമുക്കൊപ്പം വഴികാട്ടിയായിട്ട് അല്ലേ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് നമ്മളോടൊപ്പം ആദ്യം മുതൽ നോട്ടീസിൻ്റെ പ്രകാശനത്തിന് മുതൽ അതിന് മുമ്പ് ഒക്കെ അനുഗ്രഹം ചോദിക്കുന്ന ആ തന്ത്രികളുടെ ഭാഗത്ത് സാഷ്ടാംഗം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ യജ്ഞം ഇവിടെ നമ്മൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇനി മുദ്രാക്ഷരത്തോടുകൂടി നല്ലൊരു ഭാവത്തിൽ യജ്ഞപ്രസാദം സ്വീകരിക്കേണ്ട പൂർണ്ണ സ്വീകരിച്ച് പദാർത്ഥത്തോട് കൂടിയിട്ട് പ്രസാദം കഴിക്കുക. പിന്നീട് വേണമെങ്കിൽ യജ്ഞപ്രസാദം വാങ്ങുന്നവർക്ക് അത്യാവശ്യം പുസ്തകമായിട്ടുള്ള വാങ്ങുന്നത് അത് പിന്നീട് അത് കഴിഞ്ഞിട്ട് കൊടുക്കുന്നതായിരിക്കും.
എച്ചിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല, ചുറ്റിക്കളയാൻ പാടില്ല, അതിൻ്റെ ദൂരം ഉണ്ടാവും. പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണൻ കൃഷ്ണേന സുരക്ഷിതോഹം അസകൃത് കൃഷ്ണായ തന്മന കൃഷ്ണായ സമുദ്രോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മരം കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ ഹേ കൃഷ്ണ തുഭ്യം